പ്രകൃതിവിരുദ്ധ പീഡനം ചെറുക്കുന്നതിനിടയിൽ 6 വയസ്സുള്ള ആബേൽ എന്ന പൊന്നുമോനെ വെള്ളത്തിൽ തള്ളിയിട്ട് അയലത്തുകാരനായ ഒരുത്തൻ കൊന്നു. ആ കുഞ്ഞിൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ട് ആ പിതാവിൻ്റെ കരച്ചിലാണ് ഈ കേൾക്കുന്നത്. സഹിക്കാൻ പറ്റുന്നുണ്ടോ? മക്കളുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? എന്തായിരിക്കും അതിൻ്റെ വേദന? അദ്ദേഹത്തിൻ്റെ കരച്ചിൽ ഇങ്ങനെയാണെങ്കിൽ പെറ്റ വയറ്, സ്വന്തം മാതാവിൻ്റെ കരച്ചിൽ എത്രത്തോളം ആയിരിക്കും? എത്ര കാലം ഉണ്ടാകും അവരുടെ ആ വേദന? നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം ക്രൈമുകൾ നടക്കുന്നതിന് മുമ്പ് പൊതുവിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷ കാണുമ്പം കാടൻ നിയമം, ഇപ്പോഴും പഴഞ്ച നിയമം, പ്രാകൃത നിയമം എന്നൊക്കെ പറയല്ലേ. എന്നാൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് മുഴുവനും കാണുന്നത് അവനെ ചതച്ചു കൊല്ലണം, വെട്ടിക്കൊല്ലണം, അവനെ ഇങ്ങോട്ട് കയ്യിലോട്ട് താ, ഞങ്ങൾ ജനങ്ങൾ കൈകാര്യം ചെയ്യാം. എന്തിനാടാ ഇതിൻ്റെയൊക്കെ കാര്യം? എന്തിനാ ഇതിൻ്റെയൊക്കെ കാര്യം? നമ്മളൊക്കെ ഈ പ്രാകൃത നിയമം എന്നൊക്കെ പറയുന്ന നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ എന്ത് രസമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നോക്കൂ, 6 വയസ്സുള്ള ആബേൽ കൊല്ലപ്പെട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ മറന്നു. അത് പ്രകൃതിയുടെ നിയമമാണ്. നോക്കൂ, നിങ്ങൾ സ്വന്തം കൂടപ്പറപ്പടക്കം 4-5 പേരെ ചുറ്റി കൊണ്ട് അടിച്ചു കൊന്ന അഫാനെ നമ്മൾ മറക്കുന്നില്ലേ? നിങ്ങളുടെ മനസ്സിൽ നിൽപ്പുണ്ടോ? ഇല്ലില്ല, നമ്മൾ മറക്കുകയാണ്. മറക്കും, അതങ്ങനെ തന്നെയാണ്. എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ, മനുഷ്യ മനസ്സാക്ഷിയും ഞെട്ടിച്ച് എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ നമ്മുടെ കണ്ണിലൂടെ പോയി. അതൊക്കെ നമ്മൾ മറന്നില്ലേ? ഇതും അങ്ങനെ മറക്കും. പക്ഷേ അപ്പോഴും ഇരകൾക്ക് നീതി കിട്ടിയോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രതികളായ ആളുകളുണ്ടല്ലോ, വേട്ടക്കാര്, അവർ നന്നായിട്ട് തടിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥിതി.